നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഭരണം ഇപ്രാവശ്യം UDF-ന് 17 വാർഡുകളിൽ 14 വാർഡുകളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. തൊടുപുഴ നഗരസഭയിൽ UDF ഭരണത്തിലേക്ക്. UDF പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. ഇടുക്കി ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF-ന് അട്ടിമറി വിജയം. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7-ലും UDF ഭൂരിപക്ഷം നേടി. തൊടുപുഴ നഗരസഭയിൽ ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് NDA മുന്നണി. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് NDA പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. സെമി ഫൈനൽ കടന്നുവെന്നും ഫൈനലിൽ വമ്പൻ ജയം ഉണ്ടാകുമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA. പാലാ, തൊടുപുഴ നഗരസഭകളിൽ UDF ചെയർമാൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഭരണം ഇപ്രാവശ്യം UDF-ന് 17 വാർഡുകളിൽ 14 വാർഡുകളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. നിലവിൽ ജില്ലാ പഞ്ചായത്ത് ഭരണം LDF-നായിരുന്നു. UDF-ലെ മനോജ് കോക്കാട്ട്, ഷീല സ്റ്റീഫൻ, ഷൈനി റെജി, ഷൈനി സജി, സജി P ജോസ്, ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ, PA സജി, TS സിദ്ദിഖ്, C നെൽസൺ, മിനി പ്രിൻസ്, ആൻസി ജെയിംസ്, മണിമേഖല, മിനി സാബു, ടോണി തോമസ് തുടങ്ങിയവരാണ് വിജയിച്ചത്. തൊടുപുഴ നഗരസഭയിൽ UDF ഭരണത്തിലേക്ക്. ആകെ 38 വാർഡുകളിൽ UDF 21-ഉം NDA 9-ഉം LDF 6-ഉം സീറ്റുകൾ നേടി. 2 വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. UDF വിമതരാണ് സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ചത്. തൊടുപുഴ നഗരസഭയിൽ UDF ഭരണത്തിലേക്ക്. ആകെ 38 വാർഡുകളിൽ UDF 21-ഉം NDA 9-ഉം LDF 6-ഉം സീറ്റുകൾ നേടി. 2 വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. 1-ാം വാർഡിൽ UDF-ലെ TK സുധാകരൻ നായർ, 2-ാം വാർഡിൽ LDF-ലെ KK ഷിംനാസ്, 3-ാം വാർഡിൽ LDF-ലെ ബിജി സുരേഷ്, വാർഡ് 4-ൽ UDF-ലെ രാജി അജേഷ്, വാർഡ് 5-ൽ UDF-ലെ K ദീപക്, 6-ാം വാർഡിൽ NDA ഗോപാലകൃഷ്ണൻ, 7-ാം വാർഡിൽ UDF-ലെ സുബേദ സെയ്ദ് മുഹമ്മദ്, 8-ാം വാർഡിൽ UDF-ലെ സഫിയ ജബ്ബാർ, 9-ാം വാർഡിൽ NDA-യിലെ ശ്രീജ രാജേഷ്, 10-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി അനസ്, 11-ാം വാർഡിൽ UDF-ലെ മേഴ്സി സെബാസ്റ്റ്യൻ, 12-ാം വാർഡിൽ LDF-ലെ മിനി ടോമി, 13-ാം വാർഡിൽ UDF-ലെ ആനീസ് ജോൺ, 14-ാം വാർഡിൽ UDF-ലെ ജോമോൻ ഉലഹന്നാൻ, 15-ാം വാർഡിൽ UDF-ലെ TM ബഷീർ, 16-ാം വാർഡിൽ UDF-ലെ AM ഹാരിദ്, 17-ാം വാർഡിൽ UDF-ലെ KM നിഷാദ്, 18-ാം വാർഡിൽ UDF-ലെ സാബിറ ജലീൽ, 19-ാം വാർഡിൽ UDF-ലെ റംസിയ നിയാസ്, 20-ാം വാർഡിൽ UDF-ലെ ജിഷ റസാഖ്, 21-ാം വാർഡിൽ UDF-ലെ വിഷ്ണു കോട്ടപ്പുറം, 22-ാം വാർഡിൽ NDA-യിലെ ജിതേഷ് ഇഞ്ചക്കാട്ട്, 23-ാം വാർഡിൽ UDF-ലെ PA ഷാഹുൽ ഹമീദ്, 24-ാം വാർഡിൽ NDA-യിലെ രേണുക രാജശേഖരൻ, 25-ാം വാർഡിൽ NDA-യിലെ PR വിജയകുമാരി, 26-ാം വാർഡിൽ NDA-യിലെ രാജേശ്വരി, 27-ൽ UDF-ലെ ജോയി മൈലാടി, 28-ൽ UDF-ലെ ലിറ്റി ജോസഫ്, 29-ൽ LDF-ലെ റിങ്കു, 30-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി R ഹരി, 31-ൽ UDF-ലെ നിഷ സോമൻ, 32-ൽ LDF-ലെ കവിത അജി, 33-ൽ NDA-യിലെ ഉമാ രാജേഷ്, 34-ൽ NDA-യിലെ അജി കുട്ടൻ, 35-ൽ UDF-ലെ രാജേഷ് ബാബു, 36-ൽ ആതിര ജോഷി റിബൽ, 37-ാം വാർഡിൽ LDF-ലെ ജെസ്സി ആന്റണി, 38-ാം വാർഡിൽ BJP-യിലെ പത്മകുമാർ എന്നിവരാണ് വിജയികൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭാ ഭരണം നിലനിർത്തിയ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. വിജയിച്ച സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും പ്രകടനത്തിൽ പങ്കെടുത്തു.
ഇടുക്കി ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDFന് അട്ടിമറി വിജയം. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7ലും UDF ഭൂരിപക്ഷം നേടി. അടിമാലി, അഴുത, ഇളന്തേശം, ഇടുക്കി, കട്ടപ്പന, നെടുങ്കണ്ടം, തൊടുപുഴ ബ്ലോക്കുകളിലാണ് UDF വിജയിച്ചത്. ദേവികുളത്ത് LDF വിജയിച്ചു. ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും UDF കൊടുങ്കാറ്റ്. കഴിഞ്ഞ തവണ കൈവിട്ട ജില്ലാ പഞ്ചായത്ത് 17ൽ 14 ഡിവിഷനുകളും വിജയിച്ചാണ് UDF തിരിച്ചുപിടിച്ചത്. തൊടുപുഴ നഗരസഭയിൽ 38 വാർഡിൽ 21 വാർഡുകളിൽ UDF വിജയിച്ചപ്പോൾ NDA നില വീണ്ടും മെച്ചപ്പെടുത്തി. 9 വാർഡുകൾ ജയിച്ച മുഖ്യ പ്രതിപക്ഷമായി. LDFന് 6 വാർഡുകൾ മാത്രമാണ് ജയിച്ചത്. കട്ടപ്പന നഗരസഭയിൽ 35 വാർഡുകളിൽ 20 UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ 13 വാർഡുകൾ നേടി LDF നില മെച്ചപ്പെടുത്തി. നഗരസഭകളിൽ ആധിപത്യം നേടി ഭരണത്തിലേക്ക് എത്തുമ്പോൾ AICC അംഗം മുൻ MLA EM അഗസ്തി കട്ടപ്പന നഗരസഭയിൽ പരാജയപ്പെട്ടു. UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി, KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ എന്നിവർ നഗരസഭകളിൽ വിജയിച്ചു. 8 ബ്ലോക്ക് പഞ്ചായത്തിൽ ദേവികുളം ഒഴികെ 7 എണ്ണത്തിലും UDF തകർപ്പൻ വിജയം കരസ്ഥമാക്കി. 52 ഗ്രാമപഞ്ചായത്തുകളിൽ 36 എണ്ണത്തിലും UDF തേരോട്ടമാണ് ഉണ്ടായത്. 11 ഇടങ്ങളിൽ മാത്രമാണ് LDF മേൽക്കൈ. സംസ്ഥാനത്തെ ഏക വാർഡ് ആം ആദ്മി പാർട്ടി നിലനിർത്തി. കരിങ്കുന്നം പഞ്ചായത്തിലെ 13 വാർഡിൽ ബീന കുര്യനാണ് വിജയിച്ചത്. കരിങ്കുന്നം പഞ്ചായത്തിലെ 13ാം വാർഡിൽ ബീന കുര്യനാണ് വിജയിച്ചത്. മണക്കാട് പഞ്ചായത്തിൽ 2020 സാന്നിധ്യം അറിയിച്ചു. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ LDF വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴ നഗരസഭയിൽ 1 സീറ്റ് കൂടി വർദ്ധിപ്പിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് NDA മുന്നണി. കഴിഞ്ഞ പ്രാവശ്യം 8 കൗൺസിലർമാരായിരുന്നു NDAയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് 9 വർദ്ധിച്ചു. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് NDA പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. ब्लॉक करने के लिए इस तरह अनुगमन निश्चित किए ഇടുക്കി ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ UDFന് മികച്ച വിജയം. 36 പഞ്ചായത്തുകളിൽ UDF ഭൂരിപക്ഷം നേടി. 11 ഗ്രാമപഞ്ചായത്തുകളിലും LDF വിജയിച്ചപ്പോൾ 4 ഗ്രാമപഞ്ചായത്തുകളിൽ ഇരു മുന്നണികൾക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം വന്നു. CPMന്റെ തലതൊട്ടപ്പനായ PN വിജയന്റെ വാർഡിൽ 426 വോട്ടിന്റെ ഭൂരിപക്ഷം. കഴിഞ്ഞ 2 ടേമായിട്ട് MM മണിയുടെ മകള് സതി കുഞ്ഞുമോൻ
ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കാട് പഞ്ചായത്ത് എംഎമ്മിന്റെ തട്ടകമായ പഞ്ചായത്താണ് ഈ പ്രാവശ്യം UDF ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. കാരണം ഈ നാട്ടിലെ ജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഞങ്ങളെ UDFനെ അധികാരത്തിൽ കയറ്റിയത്. രാജാക്കാട് പഞ്ചായത്ത് 30-35 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ UDF രാജാക്കാടിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി പഞ്ചായത്ത് ഭരിച്ച് അധികാരത്തിൽ വരുന്നത്. സെമി ഫൈനൽ കടന്നുവെന്നും ഫൈനലിൽ വമ്പൻ ജയമുണ്ടാകുമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. UDF ഒറ്റക്കെട്ടായി നിന്നു, തൂത്തുവാരി. പാല, തൊടുപുഴ നഗരസഭകളിൽ UDF ചെയർമാൻമാരുണ്ടാകും. രണ്ടിലെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. ശബരിമലയെ കൊള്ളയടിച്ചതാണ് തിരിച്ചടിക്ക് കാരണം. അയ്യപ്പകോപം ഉണ്ടായിരിക്കുന്നുവെന്നും ഇനിയും കുറെ പേർ അകത്താകാനുണ്ടെന്നും PJ ജോസഫ് വ്യക്തമാക്കി. പഞ്ചായത്തുകൾ ഉൾപ്പെടെ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ക്ലീൻ മുന്നേറ്റമാണ് സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തത്. തീർച്ചയായിട്ടും കയ്യെ തിന്നാൽ പനയും തിന്നാം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. എത്രമാത്രം വലിയൊരു സന്തോഷമുണ്ട് ഈ UDFിന്റെ തിരിച്ചുവരവാണ്. അത് ഒറ്റക്കെട്ടായി ഇവിടെ തൊടുപുഴയിലെ സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശം ഒന്നിച്ച് നിയമമെന്ന് പറഞ്ഞു. കേരളം മുഴുവൻ മുദ്രാവാക്യം ഏറ്റെടുത്തു. ആ സ്പിരിറ്റ് എല്ലായിടത്തും പ്രവർത്തിക്കും. അതുകൊണ്ട് UDF തൂത്തുവാരി. നിയമസഭ 2ലേക്ക് വലിയ വാട്ടമാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പാലാ മുനിസിപ്പാലിറ്റി UDFിന്റെ ചെയർമാനുണ്ടാവും. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ UDFിന്റെ ചെയർപേഴ്സൺ. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അത്രമാത്രം ഒരു മുന്നോട്ട് കാഴ്ച ഒരു തെരഞ്ഞെടുപ്പ് സ്ഥലമാണ്. തീർച്ചയായിട്ടും അതിന്റെ സെമി ഫൈനൽസ് കടന്നു. ഫൈനൽസ് തീർച്ചയായിട്ടും വൻപിച്ച വിജയിക്കും. ഈ തവണത്തെ അവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളൊന്നും വിജയിച്ചില്ല. അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പനെ പോലും കബളിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത്. അയ്യപ്പ കോപം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ പത്മകുമാർ അകത്ത എന്തിനാണ് ഇനി കുറെ പേര് അകത്താകുന്നുണ്ട്. എന്താണ് സ്വർണ്ണപ്പാളി എന്നെഴുതിയത് വെട്ടി ചെമ്പ് പാളി എന്നാക്കി. അതെന്തിനാ? ഹൈക്കോടതി പറഞ്ഞു ആ കൊണ്ടുപോയ പാളിയല്ല, സ്വർണം പൊതിഞ്ഞ പാളി തിരിച്ചു വന്നപ്പോൾ സ്വർണം പൂശിയതാണ്. അത് വലിയ വിലയ്ക്ക് വിറ്റിരിക്കുന്നു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വലിയ സംഘങ്ങളുണ്ട്. അങ്ങനെ ശബരിമലയെ പോലും പരിപാലന സംഘടനകൾ പോലും ഒരു കൊള്ള വിധേയമാക്കിയ ഇവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഈ നാട്ടിൽ ദരിദ്രരെല്ലാം ഇല്ലാതായിരിക്കുന്നു. എന്റെ നിയോജനത്തിൽ തന്നെ എത്ര പേരാണ്? 902 പേര് 2019. കിടപ്പ് രോഗികൾ, അവരുടെ എല്ലാം പേരും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എൻ്റെ അടുത്തുണ്ട്. തൊടുപുഴയിൽ അത്രയും ആളുകളുണ്ടെങ്കിൽ കേരളത്തിലാകെ നോക്കിയാൽ ഒരു നിയോജനമണ്ഡലത്തിൽ 1000 പേര് ചോദിച്ചാൽ 1,40,40,000 കിടപ്പ് രോഗികളുള്ളപ്പോൾ ഇവിടെ ദാരിദ്ര്യം ഇല്ലാതാക്കി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ കിട്ടുന്ന ആളുകളും ഇല്ലാതാക്കി. ഈ LDFിൽ വന്നിട്ട് 2ലേക്ക് വലിയ തിരിച്ചടിയാണ്. അപ്പോ ഇവിടേക്ക് വിളിക്കുന്നുണ്ടോ? ആ വിഷയം ഒതുക്കുന്നില്ല, പ്രസക്തിയില്ല. പുകഞ്ഞോളി പുറത്ത് തന്നെ ആ വിഷയമൊന്നും അതല്ലല്ലോ. നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യം മുന്നോട്ട് നീങ്ങും. വർദ്ധിച്ച ആത്മവിശ്വാസവും മുന്നോട്ട്. വണ്ണപ്പുറത്ത് UDF തരംഗം. 2 സീറ്റിൽ തകർന്നടിഞ്ഞ് LDF. ആകെ 19 സീറ്റിൽ 16ലും UDF വിജയിച്ചു. ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലേക്കും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. BJPക്കും ആം ആദ്മി പാർട്ടിക്കും SDPIക്കും ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. 11ാം വാർഡിൽ നിന്ന് മത്സരിച്ച് സ്വതന്ത്രൻ വിജയിച്ചു.
പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനും കൊള്ളയ്ക്കും എതിരായ ജനകീയ രോഷമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് UDF നേതാക്കൾ പ്രതികരിച്ചു. ടൗണിൽ ആഹ്ലാദ പ്രകടനവും നടന്നു. വണ്ണപ്പുറത്ത് UDF തേരോട്ടം. UDF 16, LDF 2, സ്വതന്ത്രൻ 1 എന്നീ നിലയിലാണ് കക്ഷിനില. 1-ാം വാർഡ് വലിയകണ്ടം ഷാമിന ഹബീബ് മുസ്ലിം ലീഗ്, 2-ാം വാർഡ് വെള്ളക്കയം TU ജോസഫ് കോൺഗ്രസ്, 3-ാം വാർഡ് രാജഗിരി മിനി പ്രിൻസ് കേരള കോൺഗ്രസ്, 4-ാം വാർഡ് പട്ടേക്കുടി ചന്ദ്രിക സാമുവൽ കേരള കോൺഗ്രസ്, 5-ാം വാർഡ് കള്ളിപ്പാറ മനോജ് തോട്ടത്തിൽ കോൺഗ്രസ്, 6-ാം വാർഡ് മുണ്ടൻമുടി ജോർജ് അഗസ്റ്റിൻ കോൺഗ്രസ്, 7-ാം വാർഡ് 70 ഏക്കർ ജോസഫ് അറക്കത്തോട്ടം UDF, 8-ാം വാർഡ് വെൺമറ്റം അജിത ദിനേശൻ CPM, 9-ാം വാർഡ് ചീങ്കൽ സിറ്റി സുബേദ സുബേർ മുസ്ലിം ലീഗ്, 10-ാം വാർഡ് കൂവപ്പുറം ഷൈനി സന്തോഷ് കേരള കോൺഗ്രസ്, 11-ാം വാർഡ് വണ്ണപ്പുറം ടൗൺ സൗത്ത് വിഘ്നേശ്വർ ശശി, 12-ാം വാർഡ് കാളിയാർ രജനി ഷിബു, 13-ാം വാർഡ് മുള്ളൻകുത്തി അനീഷ് കിഴക്കേൽ കോൺഗ്രസ്, 14-ാം വാർഡ് ഒറഗണ്ണി OV കണ്ണൻ സ്വതന്ത്രൻ, 15-ാം വാർഡ് വണ്ണപ്പുറം ടൗൺ നോർത്ത് ബീന സിദ്ധാർത്ഥൻ കോൺഗ്രസ്, 16-ാം വാർഡ് അമ്പലപ്പടി MI ഷമീറ ലീഗ് സ്വതന്ത്ര, 17-ാം വാർഡ് കലേന്താനി TK നസിയ ലീഗ്, 18-ാം വാർഡ് ഒടിയപ്പാറ സ്നേഹ മെറിൻ കോൺഗ്രസ്, 19-ാം വാർഡ് മുള്ളരിങ്ങാട് ഉല്ലാസ് ജിജോ ജോസഫ് കോൺഗ്രസ് എന്നിവരാണ് വിജയിച്ചത്. വണ്ണപ്പുറം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ശക്തമായി നേതൃത്വം കൊടുക്കുകയും വണ്ണപ്പുറം പഞ്ചായത്തിന്റെ ഈ ഭരണ തുടർച്ചയ്ക്ക് നേതൃത്വം തന്ന ആളുകൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ നടക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെയുള്ള ഇടതുപക്ഷത്തിന്റെ തെറ്റായ നടപടിക്കുള്ള ഒരു തിരിച്ചടിയാണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നും ഈ കാലത്ത് ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങളോടുകൂടി ഒപ്പം ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചുകൊള്ളുന്നു. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഒരു തരംഗം സൃഷ്ടിച്ചിരിക്കുക. അതിൻ്റെതായ കാരണമുണ്ട്. 10 വർഷമായിട്ട് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിയും കൊള്ളയും നടന്ന ഒരു കാലഘട്ടമാണ്. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ജനം കൊടുത്തിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വണ്ണപ്പുറത്തെ ജനാധിപത്യ വിശ്വാസികൾ UDFിൽ അർപ്പിച്ച വിശ്വാസം തീർച്ചയായും പരിപൂർണമായി ജനങ്ങൾക്ക് ഗുണകരമായി വികസന പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ അടുത്ത 5 വർഷക്കാലം ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമായി മുൻപോട്ട് പോകും എന്നറിയിക്കുകയാണ്. വണ്ണപ്പുറം ജനാധിപത്യ ശക്തികളുടെ കോട്ടയാണ് കരിമണ്ണൂരെന്ന് ജനവിധി തെളിയിച്ചതായി ജില്ലാ പഞ്ചായത്ത് കരിമണ്ണൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച മനോജ് കോക്കാട്ട് പറഞ്ഞു. വിജയിപ്പിച്ച ജനങ്ങളോട് അദ്ദേഹം നന്ദി പറഞ്ഞു. ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മനോജ് കോക്കാട്ട് പറഞ്ഞു. കരിമണ്ണൂരിലെ ജനങ്ങൾ അടിയുറച്ച ജനാധിപത്യ വിശ്വാസികളും മതേതര കാഴ്ചപ്പാടുള്ളവരുമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. 8000-ത്തിലധികം വോട്ടുകൾ നൽകി ഈ ഡിവിഷനിൽ നിന്ന് എന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് അവർ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിസ്സീമമായ സഹകരണമാണ് സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഉണ്ടായത്. അടുത്ത 5 വർഷം തികഞ്ഞ ഒരു ദാസനായി അവരുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും ഭരണപരമായ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായിട്ടുള്ള ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിലെല്ലാം ഞാൻ പെരുമാറും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ നിന്ന് അനവസരങ്ങളിൽ അനാവശ്യമായ ചില ആക്ഷേപങ്ങളെല്ലാം സമൂഹത്തിൽ തൊടുത്തുവിട്ടിട്ടും ചില ലോബിയുടെ എല്ലാം ഇടപെടലുകൾ ഉണ്ടായിട്ടും ഇവിടുത്തെ ജനങ്ങൾ എന്നെ ഹൃദയത്തോട് ചേർത്തു എന്നുള്ളത് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ സ്വീകരിക്കുകയാണ്. ഞാൻ മുമ്പ് പ്രചരണത്തിൽ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഒരു പൊതുപ്രവർത്തകന് ചേരാത്തതായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുകയില്ല. എൻ്റെ ഈ വസ്ത്രത്തിൽ ഞാനൊരു കറ പുലരുവാൻ അനുവദിക്കുകയില്ല എന്ന് ഈ വിജയിച്ച അവസരത്തിലും നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. നിങ്ങളുടെ ഒരു സഹപ്രവർത്തകനും നിങ്ങളുടെ ഒരു ജനപ്രതിനിധിയും ആയി ഞാൻ തികഞ്ഞ എളിമയോടുകൂടി നിങ്ങളോടൊപ്പം വർത്തിക്കുമെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. നന്ദി, 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 1000 നന്ദി. കോടിക്കുളം പഞ്ചായത്തിലും UDF തേരോട്ടം. ആകെ 14 വാർഡിൽ UDF 10, LDF 3, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില.
കോടിക്കുളം പഞ്ചായത്തിലും UDF തേരോട്ടം. ആകെ 14 വാർഡിൽ UDF 10, LDF 3, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. 1 പാറപ്പുഴ ബിജു സിജി UDF, 2-ാം വാർഡ് തെന്നത്തൂർ ഗിരിജ ഗോപി UDF, 3-ാം വാർഡ് കാളിയാർ എസ്റ്റേറ്റ് ഷാജി തങ്കപ്പൻ UDF, 4-ാം വാർഡ് കൊടുവേലി ജോസ് തോമസ് UDF, 5-ാം വാർഡ് കോടിക്കുളം AJ മാനുവൽ UDF, 6 ചെരിയാമ്പുറം ടോമി ജേക്കബ് മൂലയിൽ LDF, 7 വെള്ളംചിറ ഹബീബ് VM അബി LDF, 8 നെടുമറ്റം അനു ജിജോ UDF, 9 വണ്ടമറ്റം ലൂസി അലോഷ്യസ് UDF, 10 അഞ്ചക്കുളം ജെർലി റോബി UDF, 11 ഐരാംപള്ളി കൊച്ചുറാണി ഫ്രാൻസിസ് UDF, 12 ചെറുതോട്ടിൻകര ബിനിമോൻ TC ജെയിൻ താഴാനി LDF, ഐരാംപള്ളി വെസ്റ്റ് ദീപുമോൻ T കണ്ണമ്പുഴ സ്വതന്ത്രൻ, 14-ാം വാർഡ് വെസ്റ്റ് കോടിക്കുളം ജോളി KP UDF എന്നിവരാണ് വിജയിച്ചത്. മണക്കാട് പഞ്ചായത്തിൽ 2020 പാർട്ടി അക്കൗണ്ട് തുറന്നു. 2 വാർഡുകളിലാണ് വിജയം കൈവരിച്ചത്. 1-ാം വാർഡിൽ 3 മുന്നണികളെയും കടത്തിവെട്ടി വൻ വിജയമാണ് ജെസ്സി ജോണി നേടിയിരിക്കുന്നത്. മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഒറ്റക്കെട്ടായി നിന്നാൽ എന്ത് വിജയവും കൈവരിക്കാം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിജയം. അറക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണം UDF-ന്. UDF 10 സീറ്റുകളിൽ വിജയിച്ചു. 3 സീറ്റുകളിൽ LDF-ഉം 2 സീറ്റുകളിൽ NDA-യും വിജയിച്ചു. PA വേലുക്കുട്ടൻ, NK അനിൽകുമാർ, ഇമ്മാനുവൽ സൈമൺ, സ്മിത, മണിയമ്മ, KK ആശാമോൾ, അനു ഗോപിനാഥ്, പുഷ്പകുമാർ, PD സുമോൻ, CJ മേരിക്കുട്ടി, സുശീല ഗോപി, ഉഷ ഗോപിനാഥ്, KS വിനോദ്, ബിജു ജോസഫ്, ലിസി എന്നിവരാണ് വിജയിച്ചത്. UDF പ്രവർത്തകർ മൂലമറ്റത്ത് ആഹ്ലാദ പ്രകടനവും ലഡു വിതരണവും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഭരണം ഇപ്രാവശ്യം UDF-ന്. 17 വാർഡുകളിൽ 14 വാർഡുകളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. തൊടുപുഴ നഗരസഭയിൽ UDF ഭരണത്തിലേക്ക്. UDF പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. ഇടുക്കി ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF-ന് അട്ടിമറി വിജയം. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7-ലും UDF ഭൂരിപക്ഷം നേടി. തൊടുപുഴ നഗരസഭയിൽ 1 സീറ്റ് കൂടി വർദ്ധിപ്പിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് NDA മുന്നണി. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് NDA പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. സെമി ഫൈനൽ കടന്നുവെന്നും ഫൈനലിൽ വമ്പൻ ജയം ഉണ്ടാകുമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA. പാല തൊടുപുഴ നഗരസഭകളിൽ UDF ചെയർമാൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.